പ്രപഞ്ച സൃഷ്ടി ബൈബിളിലും ഭൗതിക ശാസ്ത്രത്തിലും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വീക്ഷണവും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വീക്ഷണവും വളരെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരായ വ്യക്തികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വീക്ഷണവും ശാസ്ത്രീയ വീക്ഷണവും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്ന ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. അതിനാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വീക്ഷണത്തെയും ബൈബിളിൻ്റെ വീക്ഷണത്തെയും ചെറിയ തോതിലൊന്ന് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഇടത്തിൽ നിന്നും ആരംഭിക്കാം. നമ്മൾ വസിക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയെക്കുറിച്ചായിരിക്കട്ടെ ആദ്യത്തെ നമ്മുടെ ചർച്ച. നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ വ്യാസം, റേഡിയസ്, അതായത് ഇവിടെ നിന്നും ഇവിടേക്കുള്ള ദൂരം, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇങ്ങനെ പോകുമ്പോഴല്ല, ഉള്ളിൽ കൂടി പോകുകയാണെങ്കിൽ. ഉള്ളിൽ കൂടി പോകാൻ കഴിയില്ല, കാരണം ഉള്ളിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. എങ്കിലും അങ്ങനെയുള്ള വ്യാസം എന്ന് പറയുന്നത് ഏകദേശം 8000 മൈലാണ്. അത് തന്നെയും ഭൂമധ്യരേഖയുടെ വ്യാസം ഇവിടെ നിന്ന് ഇവിടേക്കുള്ളതും ഇവിടെ നിന്ന് ഇവിടേക്കുള്ളതും അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ളത് 7927 മൈലാണ്. ധ്രുവങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്കോ 7900 മൈലുകളേ ഉള്ളൂ. 27 മൈൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയുടെ അല്പം ഇങ്ങനെ ചുഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ വലിപ്പം. വളരെ ചെറിയൊരു ഗോളമാണ്. എന്നിട്ടും ഓർക്കുക, ഇന്ന് വരെ നമ്മുടെ അറിവ് ചെന്നെത്തുന്നിടത്തോളം ഇന്ന് വരെ ജീവനുള്ള ഏക ഗ്രഹമാണ് ഇത്. ചന്ദ്രനിലും ചൊവ്വയിലും ജലത്തിന് അംശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് ജീവികളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. നാളെ കണ്ടെത്തുമായിരിക്കാം. പക്ഷെ ഇതുവരെയും ജീവികളുള്ള ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഇത്രയും 8000 മൈല് വ്യാസമുള്ള ഒരു ചെറിയ ഗോളമാണ്. നമുക്ക് ഇവിടെ നിന്നും സൂര്യനിലേക്കൊന്ന് പോകാം. സൂര്യന്റെ വ്യാസം 8,64,000 മൈലാണ്. 8,64,000 മൈല് എന്ന് വെച്ചാൽ 1 ദശലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് സൂര്യന്. സൂര്യനിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ സെക്കൻഡിലും 650 ദശലക്ഷം ടൺ ഹൈഡ്രജൻ, 645.4 ദശലക്ഷം ഹീലിയമായിട്ട് മാറുന്നു. അപ്പോൾ 4.6 ദശലക്ഷം ടൺ പിണ്ഡം ഊർജമായിട്ട് മാറുന്നു. ഇതാണ് നമ്മൾ കാണുന്ന പ്രകാശവും ചൂടുമൊക്കെ. ഇനി സൂര്യനിൽ നിന്നും നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് വേണം. ഒരു സെക്കൻഡില് 1,86,000 മൈലാണ് പ്രകാശം സഞ്ചരിക്കുക. ടിക് എന്നൊരു അത്ര സമയം, ടിക് എന്ന് പറയുന്ന സമയം, അതാണ് ഒരു സെക്കൻഡ്. അത്ര നേരം കൊണ്ട് 1,86,000 മൈല്, അത്രയും ദൂരം സഞ്ചരിക്കും പ്രകാശം. അങ്ങനെ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് 8 മിനിറ്റ് വേണം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ. അതേസമയം ഈ സൂര്യനിൽ നിന്ന് പ്രകാശം ഏറ്റവും അറ്റത്തെ ഗ്രഹമായ മിൽക്കി വേയിലെ ഏറ്റവും അറ്റത്തെ ഗ്രഹമായ പ്ലൂട്ടോയിലേക്ക് എത്താൻ 7 മണിക്കൂർ വേണം. 7 മണിക്കൂർ. പ്ലൂട്ടോയെ ഇപ്പോൾ മിൽക്കി വേയുടെ ഭാഗമല്ലാതെ കാണാനാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ സൂര്യന്റെ ശക്തി അത്രയേ ഉള്ളൂ. സൂര്യന്റെ പ്രകാശം പ്ലൂട്ടോയിലേക്ക് കൃത്യമായിട്ട് എത്തണില്ല. അതിനാൽ പ്ലൂട്ടോയെ ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹമായി കാണേണ്ട കാര്യമില്ല എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഈ ഇത്രയും ദൂരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരു കല്ലേറ് ദൂരം മാത്രമാണ് എന്ന് ഓർക്കുക. സൂര്യന് ചെറിയ ശക്തിയേ ഉള്ളൂ പ്രപഞ്ചത്തിലെ മഹാ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ കണക്കാക്കുമ്പോൾ.
പ്രകൃതിയിലെ നക്ഷത്രങ്ങള് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല നിൽക്കുന്നത്, കൂട്ടമായിട്ടാണ്. അങ്ങനെ കൂട്ടമായി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേരാണ് ഗാലക്സി, നക്ഷത്രക്കൂട്ടം. ഒരു സാധാരണ ഗാലക്സിയുടെ വ്യാസം എന്ന് പറയുന്നത് 100,000 × 6 × ഇത്രയും മൈലുകളാണ്. ഗാലക്സികളുടെ കൂട്ടമുണ്ട്, ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി എന്ന് പറയും. അപ്പോൾ നമുക്കൊന്ന് ഊഹിച്ചു നോക്കാം നമ്മുടെ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയുണ്ടെന്ന്. ആ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു പൂഴിക്ക് പോലും സമമല്ല, അത്രയും ചെറുതാണ് ഈ ഭൂമി. നമ്മളിപ്പോൾ പ്രപഞ്ചത്തിന് അങ്ങേയറ്റം വരെ എത്തിയോ? ഇല്ല, ചെറിയൊരു ശതമാനം ആണ് ഈ പ്രപഞ്ചത്തിന്റെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ, വളരെ ചെറിയ ശതമാനം. ഇനി ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം കാണിച്ചു തരാം. നമുക്കൊരു ബലൂൺ എടുക്കുക, ഇത് പ്രപഞ്ചമാണെന്ന് സങ്കല്പിക്കുക. ഈ പുള്ളിക്കുത്തുകള് പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായിട്ടും സങ്കല്പിക്കുക. നമ്മുടെ പ്രപഞ്ചമായി ബലൂണിനെ സങ്കല്പിക്കുക. ഇതിലെ ഈ സ്പോട്സ്, പുള്ളിക്കുത്തുകള് ഇതിലത്തെ ഗ്രഹങ്ങളായും സങ്കല്പിക്കുക. നമുക്കിതൊന്ന് വീർപ്പിക്കുക. അപ്പൊ എന്തുണ്ടാകുമെന്ന് നോക്കുക. ഈ പുള്ളിക്കുത്തുകൾ തമ്മിലുള്ള അകലം വലുതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഈ ബലൂൺ വീർപ്പിക്കും തോറും ഈ ഗ്രഹങ്ങളായി നമ്മൾ സങ്കല്പിക്കുന്ന പുള്ളിക്കുത്തുകൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടേയിരിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എല്ലാത്തിൽ നിന്നും ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കണ്ട ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ്, ഗാലക്സി, പിന്നെ നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്ന ഈ മിൽക്കി വേ, സൂര്യൻ, അതിലെ നവഗ്രഹങ്ങള്, ഇപ്പൊ ഒന്ന് മാറ്റിയിട്ട് 8 ഗ്രഹങ്ങള്, ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് എന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. അതിനെ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നാണ് പറയുക, ബിഗ് ബാങ് തിയറി. അതാണ് ഇപ്പോൾ ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന സിദ്ധാന്തം. ഈ സിദ്ധാന്തം 1927 ബെൽജിയംകാരനായ ഒരു വൈദികനാണ്, ഒരു കത്തോലിക്ക വൈദികനാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആബേ ജോർജ ഗിവോർഗസ് എന്ന് ഉച്ചരിക്കുക, ഗിവോർഗസ് ലെമേത്തർ എന്ന് പറയുന്ന ഒരു വൈദികനാണ്, ബെൽജിയംകാരനായ ഒരു വൈദികനാണ് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഞാൻ ആവർത്തിക്കട്ടെ, ഈ പറഞ്ഞ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി, നക്ഷത്രങ്ങള്, ഇവയെല്ലാം ഒരു സ്ഫോടനത്തിൽ നിന്നുണ്ടായതാണ്, ഒരു ബിഗ് ബാങ്, മഹാവിസ്ഫോടനം. എന്താണ് പൊട്ടിത്തെറിച്ചത്? പൊട്ടിത്തെറിച്ചത് മനസ്സിലാക്കാൻ അവര് ഉപയോഗിക്കുന്ന വാക്ക് പ്രൈമീവൽ ആറ്റം, ആദി ആറ്റം എന്നാണ് ശാസ്ത്രം പറയാ. അത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഭാവന കാണുക. ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ്, നക്ഷത്രക്കൂട്ടങ്ങള്, അവയിടയിലുള്ള ദൂരം ഇല്ലാണ്ടാക്കുക, നക്ഷത്രക്കൂട്ടങ്ങൾ തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുക, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുക, നക്ഷത്രങ്ങളും തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുക, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഇല്ലാതാക്കുക. ഇനി ഭൂമിയിൽ തന്നെ വസ്തുക്കളിലെ തന്മാത്രകൾ തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുക, ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അവ തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുക. എല്ലാ ദൂരം ഇല്ലാതാക്കി ഒരൊറ്റ ബിന്ദുവിലേക്ക് ഇതെല്ലാം കൂടി കൊണ്ടുവന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമീവൽ ആറ്റം. അതിന്റെ ഓരോ ക്യൂബിക് ഇഞ്ചും ദശലക്ഷക്കണക്കിന് കനമുള്ളതായിരിക്കും. അതിന്റെ സാന്ദ്രത അത്ര അധികമാണ്. അത്രയധികം സാന്ദ്രതയായതിനാൽ അതിനെ പൊട്ടിത്തെറിക്കാനേ പറ്റൂ. അങ്ങനെ പൊട്ടിത്തെറിച്ചു. എത്ര പ്രാവശ്യം? 260 പ്രാവശ്യം അത് പൊട്ടിത്തെറിച്ചു. 260 പ്രാവശ്യം അത് പൊട്ടിത്തെറിച്ചപ്പോൾ ആ പൊട്ടിത്തെറിയാണ് പ്രപഞ്ചത്തിന്റെ ആരംഭമായിട്ട് ശാസ്ത്രം അവതരിപ്പിക്കുന്നത്. ഞാൻ മുൻപൊരു പ്രഭാഷണത്തിൽ ഉപയോഗിച്ച ഒരു ഉദാഹരണം ഒന്നുകൂടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ സമയം എത്രയായി? സമയം 5:45. നമുക്ക് 5:30 പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? 6 മണിയിലേക്ക് പോകാം, പക്ഷെ 5:30 പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ പൊട്ടിത്തെറിയോട് കൂടിയാണ് സമയമുണ്ടായത്. ഞാൻ ആവർത്തിക്കുന്നു, ഈ പൊട്ടിത്തെറിയോട് കൂടിയാണ് സ്ഥലവും കാലവും ഉണ്ടായത്.
വാസ്തവത്തിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്ന പോക്കാണ് സമയം. അപ്പോൾ അങ്ങോട്ടേ പോകാൻ പറ്റൂ, പുറകോട്ട് പോരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പൊട്ടിത്തെറിയുടെ ആഘാതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് പണ്ടെങ്ങോ നടന്നു പോയത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അഞ്ചരയിലേക്ക് പോകാൻ പറ്റാത്ത വിധം നമ്മെ കെട്ടിവരിയുന്നതും എന്നാൽ മുമ്പിലേക്ക് പോകാൻ നമ്മെ സ്വതന്ത്രമാക്കുന്നതുമായ ഒരു സംഗതിയാണ് ഈ മഹാവിസ്ഫോടനം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രം പറയുന്നത് അപ്പാടെ തെറ്റല്ല. അത് മാത്രമാണ് ശരിയെന്ന് ഞാൻ പറയില്ല. എങ്കിലും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന സിദ്ധാന്തം ഇതാണ്. നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഈ മഹാവിസ്ഫോടന സിദ്ധാന്തവും ബൈബിളിലെ സൃഷ്ടികർമ്മവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? അത് പൊരുത്തപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ബൈബിളിലെ ആദ്യത്തെ വാചകം വായിക്കാം. ഞാനത് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുകയാണ്. കാരണം മലയാളത്തിലെ പരിഭാഷയിൽ മുഴുവൻ ആശയങ്ങളും വെളിപ്പെട്ടിട്ടില്ല എന്നതിനാൽ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് അത് വായിക്കുകയാണ്. ഉത്പത്തിയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light." ഞാൻ ഈ വാചകം ഒന്ന് എഴുതുകയാണ്. എന്നിട്ട് അതിൽ 2 വാക്കുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്താല് ബൈബിൾ ശാസ്ത്രവും പ്രപഞ്ചത്തെ അവതരിപ്പിക്കുന്ന വിധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇൻ ദ ബിഗിനിങ്, when God created the heavens and the earth was a formless void, darkness covered the face of the deep, while a wind from God swept over the waters. Then God said, "Let there be light." ഒരല്പം സൂക്ഷിച്ച് വായിച്ചാൽ നമുക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ തോന്നുന്ന തരത്തിലാണ് ബൈബിളിലെ ആദ്യത്തെ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇൻ ദ ബിഗിനിങ്, when God created the heavens and the earth, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ, when സൃഷ്ടിച്ചപ്പോൾ, then അപ്പോൾ ദൈവം പറഞ്ഞു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. ഇവിടെ വിസ്മയം എന്ന് ഞാൻ പറഞ്ഞത് ഈ വാക്കുകൾ നോക്കൂ. God created the heavens and the earth. ആകാശവും ഭൂമി സൃഷ്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയാൽ പിന്നത്തെ വാചകം, the earth was formless void. ആകാശവും ഭൂമി സൃഷ്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരവും ആഴവും വെള്ളവും കാറ്റുമാണെന്ന് എങ്ങനെ പറയാ? അന്ന് ഫുൾ സ്റ്റോപ്പോ കോമയോ അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമോ ഇല്ലാതെയാണ് അക്കാലത്ത് എഴുതിയിരുന്നത്. അതിനാൽ ബ്രാക്കറ്റ് ഒന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇക്കാലത്ത് നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം. ഇപ്പോൾ അർത്ഥം ക്ലിയറായി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ ഉള്ളത്? ഇതിനിടയ്ക്കുള്ളത് ബ്രാക്കറ്റിൽ പറയുന്നത് ഈ എർത്ത് എന്ന് പറയുന്നത് ഭൂമി എന്നല്ല തർജ്ജമ ചെയ്യേണ്ടത്. ഇത് ഭൂമിയല്ല, ഭൂമി സൃഷ്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ എന്താണിത്? ഇതിനെ നമ്മൾ തർജ്ജമ ചെയ്യേണ്ടതാണ് പ്രൈമീവൽ ആറ്റം. നേരത്തെ പറഞ്ഞ ശാസ്ത്രം പറഞ്ഞ പ്രൈമീവൽ ആറ്റം, പൊട്ടിത്തെറിച്ച പ്രൈമീവൽ ആറ്റം. എന്തായിരുന്നു അതിന്റെ രീതി? ദ പ്രൈമീവൽ ആറ്റം വാസ് എ ഫോംലെസ് വോയിഡ്, രൂപരഹിതവും
ശൂന്യവും അന്ധകാരവും ആഴവും വെള്ളവും കാറ്റുമായിരുന്നു. നമുക്ക് ഇങ്ങനെ പറയാം, എ ബ്ലാക്ക് വാട്ടറി കെയോസ്, കറുത്തിരുണ്ട ഒരു പിണ്ഡം. പിണ്ഡം എന്നാണ് ഈ വാക്ക് തർജ്ജമ ചെയ്യേണ്ടത്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ആദ്യ പിണ്ഡം രൂപരഹിതമായും അന്ധകാരമായും ആഴമായും വെള്ളമായും കാറ്റായും നിലനിന്നിരുന്നു. കാറ്റിന് രൂപമുണ്ടോ? ആഴത്തിന് രൂപമുണ്ടോ? വെള്ളത്തിന് രൂപമുണ്ടോ? അതുകൊണ്ടാണ് ശൂന്യതയുള്ള, എന്ന് വെച്ചാൽ ഈ പ്രൈമിവൽ ആറ്റം എന്ന് പറയുന്ന ആദ്യ പിണ്ഡം, ആ പിണ്ഡം നിലനിന്നിരുന്നുവെന്നും ആ പിണ്ഡത്തെ ദൈവം പൊട്ടിച്ച് ക്രമപ്പെടുത്തിയതാണ് പ്രപഞ്ചമെന്നും ബൈബിള് വ്യാഖ്യാനിക്കുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഒരു ആദ്യപിണ്ഡം നിലനിന്നിരുന്നുവെന്നും ആ ആദ്യപിണ്ഡത്തെ പൊട്ടിച്ച് ഓരോന്നിനും ക്രമപ്രകാരം ക്രമമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതുമാണ് പ്രപഞ്ച സൃഷ്ടിയായി ഉൽപ്പത്തി ഗ്രന്ഥം എഴുതിയിരിക്കുന്നതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഹെബ്രായ ബൈബിൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഈ വാക്കുകൾ നോക്കൂ, വെൻ, ദെൻ, അപ്പോൾ, ആ സമയത്ത് ദൈവം അങ്ങനെ പറഞ്ഞു. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് എന്നുണ്ടായിരുന്നുവെന്നാണ് ഈ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യം പിന്നെയും, ഇല്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചുവെന്നല്ലേ സഭ പഠിപ്പിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഉണ്ടായിരുന്ന ഒരു പ്രൈമിവൽ ആറ്റമാണ് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ അതിന്റെ ക്രമത്തിൽ ദൈവം ആക്കിയപ്പോഴാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് ഉൽപ്പത്തി ഗ്രന്ഥം പഠിപ്പിക്കുന്നെന്ന് പറയാ? ബൈബിളില് രണ്ട് പാരമ്പര്യമുണ്ട്. ജ്ഞാനഗ്രന്ഥത്തിൽ പ്രപഞ്ച സൃഷ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നാണ്. 110 മൂലകങ്ങളാണ് ഈ ലോകത്തുള്ളത്. അവയെല്ലാം ഹൈഡ്രജൻ എന്ന ഒറ്റ മൂലകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഒരു പണ്ഡിതൻ പറയുന്നത് ദൈവം ആദ്യം ഹൈഡ്രജനെ സൃഷ്ടിച്ചുവെന്നാണ്. ദൈവം ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഹൈഡ്രജനെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് മറ്റെല്ലാം രൂപപ്പെടുത്താനുള്ള കഴിവ് ആ ഹൈഡ്രജന് ദൈവം കൊടുത്തിരുന്നുവെന്നാണ്. അതിനാൽ ലോകത്ത് കാണുന്ന 110 മൂലകങ്ങളും ഹൈഡ്രജന്റെ വിവിധ രൂപങ്ങളാണ്. ജ്ഞാനഗ്രന്ഥം പറയുന്നത് ഇല്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിയെ കുറിച്ചാണ്. ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ ഹൈഡ്രജന്റെ സൃഷ്ടി. ഉൽപ്പത്തി ഗ്രന്ഥം പറയുന്നത് ആ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആദ്യ ആറ്റത്തിൽ നിന്ന് മറ്റുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രക്കൂട്ടങ്ങളും ഉണ്ടായതിനെ കുറിച്ചാണ്. എന്റെ ചോദ്യം ഇതാണ്, എവിടെയാണ് ശാസ്ത്രത്തിന്റെ നിഗമനം ബൈബിളിന്റെ നിഗമനത്തിന് എതിരാകുന്നത്? ഇനി ശാസ്ത്രം ഇങ്ങനെ കണ്ടെത്തിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു വ്യാഖ്യാനം എന്ന ആരോപണം തീർത്തും ബാലിശമായിരിക്കും. കാരണം ഹെബ്രായ ബൈബിളിന്റെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ വാക്ക് നോക്കിയാല് ഈ പറഞ്ഞ വ്യാഖ്യാനത്തിനേ സാധ്യതയുള്ളൂ. ഹെബ്രായ ബൈബിളിലെ ആദ്യത്തെ വാക്ക് ബെറേഷിത്ത് എന്നാണ്. ബെറേഷിത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പറൽ ക്ലോസ് ആണ്. വെൻ, അപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ എന്ന അർത്ഥമുള്ള ടെമ്പറൽ ക്ലോസ്. അതായത് ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് സാധിക്കുക. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളില് ഇൻ ദ ബിഗിനിങ് വെൻ ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ദെൻ ഗോഡ് സെഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ പരിഭാഷകൾ പുതുക്കേണ്ട സമയമായിരിക്കുന്നു. മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ഹെബ്രായ ബൈബിളിലോ ഗ്രീക്ക് ബൈബിളിലോ സാധിക്കില്ല. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നല്ല, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്കുള്ളത് ഒരു ബ്രാക്കറ്റില് എന്താണ് അന്ന് നിലനിന്നിരുന്നത് എന്ന് പറയാണ്. ആദ്യ പിണ്ഡം നിലനിന്നിരുന്നു എന്നും അതിൽ നിന്ന് ദൈവം ഓരോന്നിനെയും ക്രമപ്പെടുത്തി എന്നുമാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ബൈബിളിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ശാസ്ത്രത്തിന്റെ നിഗമനവും ബൈബിളിന്റെ നിഗമനവും രണ്ടും സത്യത്തെ തേടിയുള്ള യാത്രയാണെന്നും രണ്ടും ഒരേ വഴിക്ക് തന്നെയാണ് പോകുന്നത്. എന്നാൽ വ്യത്യസ്ത രീതികളാണ് ശാസ്ത്രത്തിനും ബൈബിളിനും ഉപയോഗിക്കുന്നത് എന്നുമാണ് നാം തിരിച്ചറിയുന്നത്.
ശാസ്ത്രം ബൈബിളിനോ ബൈബിൾ ശാസ്ത്രത്തിനോ എതിരല്ല. ഒരു ആദ്യ പിണ്ഡം ഉണ്ടായിരുന്നുവെന്നും അത് 260 പ്രാവശ്യം പൊട്ടിത്തെറിച്ചുവെന്നുമാണ് ശാസ്ത്രം പറയുന്നത്. ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടനം. നമ്മൾ കണ്ട ബൈബിളിന്റെ വ്യാഖ്യാനം അനുസരിച്ചും ആദ്യമുണ്ടായിരുന്ന ഒരു പ്രൈമീവൽ വാട്ടറി കയോസ്, ശൂന്യവും രൂപരഹിതവും അന്ധകാരവും ആഴവും വെള്ളവും കാറ്റുമായിരുന്ന ഒരു സംഗതി. അങ്ങനെയുള്ള സംഗതിയെ ബൈബിളിന്റെ വിവരണം അനുസരിച്ച് ദൈവം സൃഷ്ടിച്ചത് എങ്ങനെ എന്നുള്ളൊരു സങ്കല്പം, ബൈബിൾ സങ്കല്പം അവതരിപ്പിച്ച് ആ അവതരണത്തിന്റെ ലക്ഷ്യം എന്തെന്ന് എന്ന് കൂടി നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഈ പ്രൈമീവൽ ആറ്റം അതൊരു ഭീമാകാരമായ സംഗതിയായി നിൽക്കുകയാണ്. ദൈവം എന്ത് ചെയ്തു? അതിന്റെ ഈ അന്ധകാരാവൃതമായ ആദിയാറ്റത്തിലേക്ക് ആദ്യമായി വെളിച്ചത്തെ കടത്തിവിടുകയാണ്. എന്തിനാണ്? അന്ധകാരത്തെ വകഞ്ഞു മാറ്റാൻ. അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തില്ല, മറിച്ച് അന്ധകാരത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തി. അതായിരുന്നു ഒന്നാം ദിവസത്തെ സൃഷ്ടി. പ്രകാശത്തെ സൃഷ്ടിച്ചു, അപ്പോൾ പ്രകാശവും അന്ധകാരവും ഉണ്ടായി. അതായിരുന്നു ഒന്നാം ദിവസത്തെ സൃഷ്ടി. അങ്ങനെ രണ്ടാം ദിവസം ഈ വാട്ടറി കയോസ് എന്ന് പറയുന്ന ആ ആദിയാറ്റത്തിന്റെ ഉള്ളിലേക്ക് ദൈവം ഒരു വാള് കടത്തി എന്നാണ് പറയാ, ഒരു വാള്. എന്നിട്ട് ഇതിനെ മുകളിലെ വെള്ളമെന്നും താഴെയുള്ള വെള്ളമെന്നും വേർതിരിച്ചു. ഇത് ഒരു ജലസഞ്ചയം പോലെയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ജലസഞ്ചയം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വാള് കടത്തിവിട്ട് ഈ വെള്ളത്തെയും അടിയിലെ വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചു. മുകളിലെ വെള്ളം, താഴെ വെള്ളം. ഇതിനെയാണ് പാതാളം എന്ന് ബൈബിൾ വിളിക്കുക. മുകളിലെ വെള്ളം കീഴ്പോട്ട് വരാതിരിക്കാൻ ഒരു ആകാശ വിധാനത്തെ, അതാണ് രണ്ടാം ദിവസം സൃഷ്ടിയായിട്ട് ബൈബിൾ സങ്കല്പിക്കുക. ഒരു സീലിംഗ് പോലെ നിർത്തിയിരിക്കുന്നെന്നാണ്. ഇവിടെ വെള്ളമാണ്, ഇവിടെയും വെള്ളമാണ്. വെള്ളത്തെ രണ്ടായി തിരിക്കുകയായിരുന്നു രണ്ടാം ദിവസത്തെ സൃഷ്ടി. എന്നിട്ട് ബൈബിളിന്റെ സങ്കല്പം അനുസരിച്ച് അത് തീർത്തും വിഡ്ഢിത്തമല്ലെന്ന് നമ്മൾ ഇപ്പോൾ സമ്മതിക്കും. ഈ ആകാശ വിധാനത്തിന് ജനലും വാതിലും ഒക്കെ വെച്ചു എന്നാണ് ബൈബിൾ പറയാം. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഈ ആകാശത്തിന്റെ ജനലും വാതിലൊക്കെ തുറന്നപ്പോൾ, അധോലോകങ്ങളിലെ ജനലും വാതിലൊക്കെ തുറന്നപ്പോൾ ഉണ്ടായി എന്നാണ്. മുകളിലെ വെള്ളം കീഴ്പോട്ട് വന്നു, താഴെയുള്ള വെള്ളം മുകളിലേക്ക് വന്നു, അങ്ങനെ ജലപ്രളയം ഉണ്ടായെന്നാണ്. ഇതൊരൽപ്പം തമാശയായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ഇപ്പോൾ പ്രപഞ്ചം ഒരു അടഞ്ഞ അധ്യായമല്ലെന്നും ഒരു ഓപ്പൺ സിസ്റ്റം ആണെന്നും എല്ലാ ദിവസവും കൃത്യ നിയമം അനുസരിച്ച് മാത്രമല്ല ഇവയെല്ലാം പ്രവർത്തിക്കുന്നതെന്നും ഓരോ പ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും ശാസ്ത്രം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. ജനലും വാതിലും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതൊരു ഓപ്പൺ സിസ്റ്റമാണ്, തുറന്ന സിസ്റ്റമാണ് പ്രപഞ്ചം. അതാണ് രണ്ടാം ദിവസത്തെ സൃഷ്ടി. മൂന്നാം ദിവസം താഴെയുള്ള വെള്ളത്തെ രണ്ടായി തിരിക്കുകയാണ്. കടലായും കരയായിട്ട് തിരിക്കുകയാണ്. ഈ വെള്ളത്തിൽ നിന്ന് കര, അതാണ് ഭൂമി. ഭൂമിക്ക് അക്കാലത്തെ ചിന്തയനുസരിച്ച് ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനൊരു പരന്ന പാത്രമാണ്. 4 കോണുകളും 4 തൂണുകളും 4 സീസൺസ് അല്ലേ, കാലങ്ങള്, വസന്തകാലം അല്ലെ, ഗ്രീഷ്മകാലം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാലങ്ങള്, 4 വായുക്കള്, അങ്ങനെ വ്യത്യസ്തമായ 4 കാലങ്ങള്, 4 വായുകള്, 4 മൂലകള്, 4 തൂണുകള്, ഇങ്ങനെയുള്ള പരന്ന പാത്രമായിട്ടാണ് ഭൂമിയെ സങ്കല്പനം ചെയ്തിരുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ അങ്ങനെയായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് വരെയും അങ്ങനെയായിരുന്നു ചിന്താരീതി. 4 എന്ന സംഖ്യ ബൈബിളില് ഭൂമിയുടെ സംഖ്യയായിട്ട് മാറി. 3 എന്ന സംഖ്യ ആകാശത്തിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ സംഖ്യയായി മാറി. 4 3 7. 7 എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സംഖ്യ. അതുകൊണ്ടാണ് 7-നെ പരിപൂർണതയുടെ സംഖ്യ, എൻറ്റയറിറ്റി ഇല്ലേ, മുഴുവന്റെയും സംഖ്യ എന്ന് പറയുന്നതിന് കാരണം ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും പൂർണ്ണ സംഖ്യയാണ് 7 എന്ന് പറയാനുണ്ടായ കാരണം അതാണ്. അങ്ങനെ 4-ന്റെയും 3-ന്റെയും ഗുണിതങ്ങൾ കൊണ്ട് ഒരുപാട് സംഖ്യകൾ കൊണ്ട് തന്നെ പല പാഠങ്ങളുണ്ട് ബൈബിളില്. 3 ദിവസത്തെ സൃഷ്ടി, 3-ാം ദിവസം ഭൂമി. ഇനി ഓരോ ദിവസവും അടുത്ത 4, 5, 6 ദിവസങ്ങളിൽ സൃഷ്ടി നോക്കിയാല്
ഈ ലൈറ്റ് ഏതൊക്കെയാണ് എന്ന് തെളിയിക്കുകയാണ് 4-ാം ദിവസത്തെ സൃഷ്ടി. അന്ന് ഉണ്ടാക്കിയതാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്. ബൈബിള് സൂര്യനെ സൂര്യൻ എന്ന് വിളിക്കില്ല, ചന്ദ്രനെ ചന്ദ്രൻ എന്ന് വിളിക്കില്ല. പകലിനെ നയിക്കാൻ വലിയ ഗോളമെന്നും രാത്രിയെ നയിക്കാൻ ചെറിയ ഗോളമെന്നേ പറയൂ. എന്താണ് കാരണം? അക്കാലത്ത് സൂര്യനെ ദേവനായിട്ട് ആളുകൾ ആരാധിച്ചിരുന്നു. അപ്പോൾ സൂര്യന്റെ പേര് പറഞ്ഞാല് അത് ദേവനായി കാണപ്പെടുമോ എന്ന് ധരിച്ചത് കൊണ്ടാണ് പകലിനെ നയിക്കാൻ വലിയ ഗോളമെന്നും രാത്രിയെ നയിക്കാൻ ചെറിയ ഗോളമെന്നും പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. സൂര്യൻ ദേവനല്ലെന്നും ചന്ദ്രൻ ദേവിയല്ലെന്നും ഒക്കെ പഠിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു നക്ഷത്രവും ദേവനോ ദേവിയോ അല്ല. നക്ഷത്രഫലം നമ്മെ നിയന്ത്രിക്കുകയല്ല, നക്ഷത്രങ്ങളെ നാം നിയന്ത്രിക്കണമെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു, സ്നേഹിക്കാൻ അറിയുന്ന ഏറ്റവും ചെറിയ ജീവിയാണ് സ്നേഹിക്കാൻ അറിയാത്ത ബ്രഹ്മാണ്ടത്തെക്കാൾ വലുത് എന്ന് നമ്മൾ മുൻപൊരു പ്രഭാഷണത്തിൽ കണ്ടു കഴിഞ്ഞതാണ്. സ്നേഹിക്കാൻ അറിയുന്ന ഏറ്റവും ചെറിയ ജീവിയായ മനുഷ്യനാണ് സ്നേഹിക്കാൻ അറിയാത്ത ബ്രഹ്മാണ്ടത്തെക്കാൾ വലുത്. അതിനാൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങളോ രാഹു ഗുളികനൊന്നും നമ്മെ ബാധിക്കുന്നില്ല. അതെല്ലാം നമ്മൾ എടുത്തു ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വിവേകത്തോടെ പെരുമാറാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സംവിധാനങ്ങളല്ലാതെ അവയ്ക്കൊന്നിനും തന്നെ നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിവില്ല. നമ്മുടെ ഭാവി ദൈവത്തിന്റെ കൈകളിലാണ്. നമ്മളും ദൈവവും കൂടി ചേർന്നാണ് നമ്മുടെ ഭാവി രൂപപ്പെടുത്തേണ്ടത്. 2-ാം ദിവസം സൃഷ്ടിക്ക് ആകാശം, അതിന് തത്തുല്യമായിട്ട് പക്ഷികളെ സൃഷ്ടിക്കുകയാണ് 5-ാം ദിവസം. ആകാശത്തിന് അവകാശികളെ കൊടുക്കുകയാണ്. ആകാശത്തെ അവകാശികളെ കൊടുക്കുകയാണ് പക്ഷികള്. അന്ന് തന്നെ വെള്ളത്തെ 2ആക്കി തിരിച്ചതുകൊണ്ട് താഴെയും വെള്ളം മുകളിലും വെള്ളം, ഇവിടേക്ക് പക്ഷികളും ഇവിടേക്ക് മത്സ്യങ്ങളും. അപ്പോൾ പക്ഷികളും മത്സ്യങ്ങളുമാണ് 5-ാം ദിവസത്തെ സൃഷ്ടി. പക്ഷികളും മത്സ്യങ്ങളും 5-ാം ദിവസം. 6-ാം ദിവസം ഭൂമിക്ക് അവകാശികളെ നിശ്ചയിക്കുകയാണ്. 6-ാം ദിവസം ആരൊക്കെയാണ്? മൃഗങ്ങളും മനുഷ്യരും. മൃഗങ്ങളും മനുഷ്യരും മൃഗങ്ങളും മനുഷ്യരെയും സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. നമ്മൾ മൃഗത്തിൽ നിന്ന് വരുന്നുവെന്നും മൃഗത്തോട് സാമ്യമുള്ളവരെന്നും ഒരേ ദിവസം സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ബൈബിള് വ്യക്തമാക്കുന്നു. ഇനി 7-ാം ദിവസം ഇവിടെ നോക്കുക. 1, 4, 2, 5, 3, 6 അങ്ങനെയാണ് ദിവസങ്ങൾ പോണേ. 7-ാം ദിവസത്തെ ക്ലൈമാക്സ് ആണ്. എന്താണ് ചെയ്തത്? 7-ാം ദിവസം ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ജോലികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ചു. ഈ സൃഷ്ടിയുടെ വിവരണത്തിന്റെ ലക്ഷ്യം എന്താണ്? സാപത്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. 1, 4, 2, 5, 3, 6 ദിവസങ്ങളിലെ സൃഷ്ടി 7-ാം ദിവസത്തിലേക്ക് നയിക്കുകയാണ്. 7-ാം ദിവസം ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ജോലികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ചു. എന്താണ് സാപത്ത് എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം എന്തിനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? ബൈബിളിന്റെ വീക്ഷണം പറയണേ. എന്തിനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? സാപത്ത് ഉണ്ടാകാൻ വേണ്ടി. സാപത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് ഭൂമിയിൽ ഒരിടം. ഞായറാഴ്ച ആചരണം എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിനൊരു ഇടം വേണം. 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം നിങ്ങൾ എന്നോടൊപ്പം വിശ്രമിക്കുക എന്നാണ്. ഇതിന്റെ ഒരു പ്രായോഗികമായുള്ള കാര്യം മാത്രം നോക്കിയാലും എന്തുമാത്രം പ്രസക്തിയുള്ളതാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയും. എന്താണ് പ്രസക്തി? ഇപ്പോൾ നിങ്ങൾ ഈ പട്ടണങ്ങളിൽ പോയി നോക്കുക. ബാംഗ്ലൂരോ ബോംബെ അങ്ങനെയുള്ള പട്ടണങ്ങളിൽ, കൊച്ചി പോലും. എന്താണ് പ്രശ്നം? ജോലി എടുത്തിട്ട് ജോലികളിൽ നിന്ന് സ്ട്രെസ്, എന്നാൽ ജോലിയുടെ ഭാരം കാരണം മാനസികമായിട്ട് വല്ലാതെയാകുന്നു. കുറെ പേര് ആ ജോലിയിൽ നിന്നുള്ള സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് മദ്യശാലയിൽ പോകുന്നു. ചിലര് മനഃശാസ്ത്രത്തിന് കാണാൻ പോകുന്നു. വേറെ ചിലര് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകുന്നു. പ്രശ്നം എന്താണ്? ജോലിയുടെ ഭാരവും ജോലിയുടെ പ്രഷറും കാരണം നമുക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ ഇല്ലാതായിരിക്കുന്നു. കുടുംബത്തില് കുടുംബ ഭദ്രതയില്ല, ഭാര്യയോട് സംസാരിക്കുന്ന നേരമില്ല, മക്കളുടെ അടുത്തിരിക്കാൻ നേരമില്ല. എന്തിനാണ് ഇത്തരം തത്രപ്പാട്? 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്യുക എന്ന് കർത്താവ് പറഞ്ഞത് ഒരു ദിവസം പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ്. ജോലിക്ക് പകരമായി അല്ലെങ്കിൽ അതിന്
തത്തുല്യമായി വിശ്രമം ഇല്ലെങ്കിൽ മനുഷ്യനാകില്ല. ജോലിക്ക് തത്തുല്യമായി റെസ്റ്റ്, വിശ്രമം വേണം. ആ വിശ്രമം ദൈവത്തോട് കൂടി ആകുമ്പോൾ ദൈവത്തിന് ഒരിടം കൂടി ഈ പ്രപഞ്ചത്തിൽ ലഭിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഉത്തരം ബൈബിൾ കൊടുക്കുന്നു. ദൈവത്തിന് ഈ ഭൂമിയിലെ മനുഷ്യരെ ഒരു ഇടം ഒരുക്കാനായി. ഞാൻ ആവർത്തിക്കുന്നു, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും അതിന് മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരിടം, ഒരു സ്ഥലം നമ്മൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. ബൈബിളിലെ സൃഷ്ടികർമ്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ശാസ്ത്രത്തിലെ സൃഷ്ടികർമ്മത്തിന്റെ ലക്ഷ്യം അവതരിപ്പിക്കാനല്ല, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും പ്രത്യുത ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുന്ന ഒരിടം ഉണ്ടാകാനാണ്. അതാണ് ഞായറാഴ്ച പള്ളിയിൽ സംഭവിക്കേണ്ടത്. ദൈവവും മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് ഒരു ഇടം ഒരുക്കുക, അവിടെ വിശ്രമത്തിന്റെയും സംഗീതത്തിന്റെയും പ്രാർത്ഥനയുടെയും അലകൾ ഉയരുക. അങ്ങനെ ഒരു അന്തരീക്ഷം, ദൈവികമായ ഒരു അന്തരീക്ഷം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുക എന്നാണ് ഞായറാഴ്ച ആചരണം കൊണ്ട് ബൈബിള് ലക്ഷ്യമിടുന്നത്, നമ്മൾ ലക്ഷ്യമിടേണ്ടത്.